ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്യാങ്, അതായത് ഞാൻ, നൂറ, യദു, ഈ 3 പേരുടെ അകത്ത് നൂറയുടെ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ നൂറയുടെ ബർത്ത്ഡേ വ്ളോഗ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൂറയുടെ ബർത്ത്ഡേ കഴിഞ്ഞാൽ ഉടൻ വരുന്ന ആളുടെ ബർത്ത്ഡേ ആണ് യദുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ യദുവിൻ്റെ ബർത്ത്ഡേ വന്നിട്ട് ജൂലൈ 22 ആണ്. ഇന്ന് ജൂലൈ 22 അല്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ജൂലൈ 22 അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇന്ന് ഓഗസ്റ്റ് 1 അവളുടെ ബർത്ത് സ്റ്റാറാണ് കേട്ടോ. നമ്മളെ സെലിബ്രേഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നൂറ യദു ഇപ്പം രണ്ടുപേരും ഒരുമിച്ച് ബ്രില്യൻറ്റിലാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അവർക്ക് ഇന്ന് 1:20 വരെയാണ് കേട്ടോ ക്ലാസ്. അപ്പോൾ അവർ 1:20 ശേഷം രണ്ടുപേരും കൂടെ ഒരുമിച്ച് യദുവിൻ്റെ വീട്ടിലോട്ട് പോകും. കരിക്കോട് തന്നെ യദുവിൻ്റെ വീട് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം അവരുടെ കൂടെ ഇല്ലാത്തത് ഗൈസ്. അവരെപ്പോഴും എന്നോട് പറയും ചോറുണ്ടാ നേരത്തൊക്കെ മിസ് ചെയ്യുമെന്ന് പറയും. കാരണം +2 സമയം നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നല്ലോ ചോറ് കഴിച്ചോണ്ടൊക്കെ ഇരുന്നത്. ഇന്ന് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി പോവാണ്. അപ്പോൾ സെലിബ്രേഷൻ വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ സെലിബ്രേഷന് വേണ്ടിയിട്ട്, അതായത് ബർത്ത്ഡേ ഗേളിന് ഞാൻ ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ മേടിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണം അവളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാൻ ഞാനും അമ്മയും കൂടാണ് സാധാരണ എപ്പോഴും പോകുന്നത്. പക്ഷേ ഇന്ന് ഞാനും അനുവും കൂടാണ് കേട്ടോ പോകുന്നത്. അമ്മ ഇതാണ്ട് ഞങ്ങൾ വ്യാഴാഴ്ച ആയതുകൊണ്ട് ഇന്ന് അമ്പലത്തിൽ ഇരട്ടക്കുളങ്ങരയിലൊക്കെ പോയി വന്നതേ ഉള്ളൂ കേട്ടോ. വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇരട്ടക്കുളങ്ങരയിൽ സപ്താഹം നടക്കുന്നതുകൊണ്ട് അതിൻ്റെ നോട്ടീസ് അമ്മ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ചുച്ചു ഞാൻ ഇവിടെ പരിപ്പ് വട കഴിക്കുന്നത് കേട്ടോ. കുട്ടപ്പണ്ണം മേടിച്ചുകൊണ്ടിരുന്നു. കുട്ടപ്പണ്ണം ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടപ്പണ്ണം കാത്തു ചേച്ചി അതിരിപ്പൊന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടപ്പണ്ണൻ പുറത്ത് പോയി വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് പരിപ്പ് വട. അപ്പം നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പോവാം. പോട്ടെ അമ്മ, ബൈ. ചുച്ചു ടാറ്റ. ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെ ഫോൺ എന്ന് പറയുമ്പോൾ അമ്മയുടെ ഫോണാണ് കേട്ടോ. അമ്മയുടെ പഴയ ഫോൺ. എന്നെ ഇവർ വഴക്ക് പറയും എപ്പോഴും മാല ഇടാത്തതിന്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴേ ഇടത്തുള്ളൂ. എന്ന് വെച്ചാൽ ട്രഡീഷണൽ ലുക്കൊക്കെ ആയിട്ട് ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ മാല ഇട്ട്, പിന്നെ വന്നിട്ട് ഞാനങ്ങ് ഊരിയിട്ട്. ഇഷ്ടമല്ല മാല ഇടുന്നത്. അപ്പോൾ നമ്മളെ അനു ഒത്തിരി നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് പോവാം. പിന്നെ അനുവിൻ്റെ വാർഡൻ്റെ കൂടെ സംസാരിക്കും. അതായത് അനു പാലിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റലിലെ വാർഡൻ്റെ അടുത്ത് സംസാരിക്കും. വീഡിയോ കോൾ ചെയ്യുക. എനിക്ക് ഭയങ്കര ആഗ്രഹം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. നമ്മുടെ സബ്സ്ക്രൈബർ ആൻറ്റി കുക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ അനുവിന് എപ്പോഴും ഉള്ള ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങ് വോളിയം കൂട്ടുന്നു. നമ്മൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എവിടെ പോകുന്ന അനു? നമ്മൾ ഇവിടെ ഭയങ്കര വെയിൽ ഗൈസ്. മഴയൊക്കെ മാറി വെയിൽ വീണ്ടും. അപ്പോൾ നൂറയുടെ ബർത്ത്ഡേ ഏപ്രിൽ 13 യദുവിൻ്റെ ബർത്ത്ഡേ ജൂലൈ 22 ആയിരുന്നു. പക്ഷെ ഇന്ന് ബർത്ത് സ്റ്റാർ ആയതുകൊണ്ട് നമ്മൾ പോന്നു. ഇനി ആരുടെ ബർത്ത്ഡേ വരുന്നേ? ആരുടെയാ? അല്ല സോറി, അമ്മയുടെ അല്ല, ഞങ്ങളെ ഫ്രണ്ട്സിന്റെ ഇടയില്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ യദുവിന്റെ കയ്യ് നൂറുടെ കയ്യ്. അപ്പൊ പിന്നെ ഫ്രണ്ട്സ് തീർന്നല്ലേ. അപ്പൊ ഞാനാരാ? എന്ത് സാധനം വരെ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ പോരെ. ഇനി എന്റെ ബർത്ത്ഡേ ഒരിതുണ്ട്. ഞങ്ങള് 6 പേരിലും ഞാൻ ഏറ്റവും ഇളയത്. അതൊക്കെ അങ്ങനെ മാസം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ബർത്ത്ഡേ വരുന്ന എന്റെ ബർത്ത്ഡേ. ബാക്കി എല്ലാവരുടെയും നേരത്തെ തീരും. ടി.കെ.എം കോളേജ് വിട്ടു, പിള്ളേരൊക്കെ പോകുന്നു. ടി.കെ.എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്.
കണ്ടാ? ഇതാണ് കേട്ടോ ഐസ് ബേ. നമ്മളന്ന് പോയില്ലേ ഞാനും അമ്മയും കൂടെ, അതാണ് സംഭവം. ഏതോ ഒരു അമ്പലമുണ്ട്, ഈ അമ്പലത്തിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പം നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആ കടയിലോട്ട് നടക്കും കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ഇതിൻ്റെ ബർത്ത്ഡേക്ക് ഞാനും നൂറയും കൂടെ ഒരു ഫ്രെയിമാണ് ഗിഫ്റ്റ് ചെയ്തത്, ഞങ്ങളുള്ള ഫോട്ടോ വെച്ചിട്ടൊക്കെ. എപ്പോഴും നമ്മൾ ഫ്രെയിം കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഗൈസ്. ഇതാണ് ഷോപ്പ്. വാ, നമ്മളൊരു ടെഡി മേടിക്കാൻ വിചാരിച്ചു വന്നയാ, പക്ഷെ ഇവിടെ ആളില്ല. പക്ഷേ ഡോറ് തുറന്നു നടക്കുമോ ഇവിടുത്തെ? അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കടയിൽ ആളില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ടുകൂടെ പോകുമ്പം ഉണ്ടോ? അവിടെ കടയുണ്ട്. അപ്പം അതവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ഞാൻ പണ്ടങ്ങാണ്ട് കണ്ടൊരു കടയാട്ടോ അത്, ഒരു പാവക്കുട്ടിയുടെ. അതാണോ ഇനി അത് മോഡിഫൈ ചെയ്തത്? എനിക്കറിയാം. അഥവാ ഇവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ അനു എന്നെ വഴക്ക് പറഞ്ഞ് കൊല്ലും. ഞാൻ പറഞ്ഞത് ഈ ഒരു കടയാണ് ഗൈസ്, നമുക്ക് നോക്കാം. അവിടെ ആളുണ്ട് വാ ഗൈസ്. ആക്ച്വലി എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് വാങ്ങണമെന്ന്. പിന്നെ ഞാൻ ഒരു ടെഡി വാങ്ങാമെന്ന് വിചാരിച്ച അവസാനം ഈ ഒരു ടെഡിയാണ് സെലക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര പഞ്ഞി പോലുള്ളൊരു നല്ല അടിപൊളി ടെഡിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ചത് ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോക്ലേറ്റ് ഈ ഒരു കടയിൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് വേറെ കടയിൽ നിന്ന് ചോക്ലേറ്റ് മേടിക്കാം. അപ്പോൾ ഇപ്പം കുറച്ച് ഫാൻസി പോലത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് കമ്മൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവളെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഇടുന്ന ടൈപ്പ് വലിയ കമ്മലൊന്നും ഇടാറില്ല, അതായത് ജുംക്ക ടൈപ്പ് കമ്മലൊന്നും ഇടാറില്ല. കുഞ്ഞി കമ്മൽ ഇതൊക്കെയാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ. പിന്നെ ഇതൊക്കെ ഞാൻ വെറുതെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും അവൾ ഇടാറില്ല. പിന്നെ ഞാൻ കുറച്ച് സ്റ്റഡും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അനുവിന് ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ കണ്ടു കേട്ടോ അവിടെ, ജുംക്ക ടൈപ്പ്. അത് പിന്നെ നമ്മൾ മേടിച്ചില്ല, അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് 2 സ്റ്റഡ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു സംഭവം ഇവള് ഇടാറുള്ളൂ. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ടെഡിയും പിന്നെ ഒരു കുഞ്ഞ് ജിംക്ക ടൈപ്പ് കമ്മൽ മേടിച്ചു. കുഞ്ഞതാട്ടോ, ഭയങ്കര കുഞ്ഞതാ. അത് ഞാൻ പക്ഷേ കാണിക്കാൻ വിട്ടുപോയി വീഡിയോയിൽ. പിന്നെ അവരതങ്ങ് പാക്ക് ചെയ്ത് തന്നു. പിന്നെ നമ്മളെല്ലാം കൂടെ മേടിച്ചുകൊണ്ട് കാറിനകത്തോട്ട് പോയി കേട്ടോ. ഗൈസ്, അടച്ചിട്ടേക്കുന്ന കടയിനകത്ത് ഭയങ്കര കളക്ഷൻസ് ആയിരുന്നേ. വെളിയിൽ തന്നെ നല്ല അടിപൊളി ടെഡി ബേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ വലിയ രീതിയിലൊന്നും ഇല്ല, എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം അങ്ങ് എടുത്തു. ഇത്രയും ദൂരം നടന്നിട്ട് തന്നെ വെന്തുരുകി ഗൈസ്, ഭയങ്കര വെയിൽ. നമ്മൾ ഈ ഒരു ചെടിയാണ് മേടിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ ഫോൺ വീട്ടിൽ വെച്ചതെന്ന് വെച്ചാൽ അമ്മയെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാനാണ്. എന്താ മേടിച്ച് വീഡിയോ കോളൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഡയറി മിൽക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനൊരു വലിയ ഡയറി മിൽക്കും കൂടെ മേടിച്ച് അത് മാത്രം മേടിച്ചോളൂ. അത് പിന്നെ അത് പാക്ക് ചെയ്ത് തന്നു ഗൈസ്. നമ്മൾ ഈ കടയിൽ നിന്ന് സ്വിസ് ബേക്കേഴ്സിൽ നിന്ന് ഡയറി മിൽക്ക് കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഷോപ്പിൻ്റെ പേര് എടുക്കാനായിട്ട് വീഡിയോ അങ്ങോട്ട് ഓൺ ചെയ്തതും സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ചു. പിന്നെ ഞാൻ ട്രാഷിലുള്ള വീഡിയോസെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ അകത്തുള്ള വീഡിയോസ് എടുത്തത്. അപ്പം നമ്മൾ സംഭവങ്ങളെല്ലാം മേടിച്ച് സെറ്റായി നമ്മൾ നേരെ വീട്ടിൽ പോവുക. എന്നിട്ട് അമ്മ ഇതൊക്കെ കാണിക്കണം, എന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അവർക്ക് 1:20 വരെ ക്ലാസ്, 1:04 ആയതേ ഉള്ളൂ. സമയമുണ്ട്, കരിക്കോടാണ് ഇവിടെ അടുത്തല്ലേ. അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. അമ്മയെ കാണിക്കാം. അപ്പോൾ അമ്മയെ കാണിക്കുക. നമ്മളിനെ കുറച്ച് ഫാൻസി ഐറ്റംസ് മേടിച്ചവർക്ക് ഇഷ്ടം. അത് കമ്മൽ, ഇതങ്ങൂര് ഒരു സ്കൈ ബ്ലൂ പ്ലസ് വൈറ്റ് പ്ലസ് പച്ച കോമ്പിനേഷൻ.
കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബും ബും ബും. അങ്ങനെ ഗൈസ് സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം നൂറെ സേതുവിനെ വിളിച്ചപ്പോൾ ഇത് പറഞ്ഞ്, യദുവിൻ്റെ അമ്മ പറഞ്ഞു അവർ കല്ലുന്താഴ് എത്തിയതേ ഉള്ളൂ ക്ലാസ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മളിതൊക്കെ പാക്ക് ചെയ്തു കേട്ടോ. പിന്നെ അവരിങ്ങോട്ട് വിളിച്ചു, കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ പറഞ്ഞു 2 പേര് വീട്ടിലെത്തി, പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 മണി കഴിഞ്ഞപ്പോൾ പോകാൻ പോവാണ് കേട്ടോ. ടാറ്റ ചുച്ചു, ചുച്ചു ടാറ്റ. ആയിക്കുട്ടി, ഞാൻ ഈ ഫോൺ കൊണ്ടാണ് പോകുന്നത്, അമ്മയുടെ ഫോൺ. അപ്പം നമുക്ക് പോവാം. ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ടാറ്റ. മെസ്സേജ് വരുമ്പോൾ പറയുക. എന്തോ മെസ്സേജ് എന്തെങ്കിലും കോള് വരുമ്പോൾ പറയാം. ആ പോവാ. ടാറ്റ. അനു കാർ എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് പോവാം. ഞങ്ങൾ ഇറങ്ങി. എനിക്ക് അനുവിന് എന്നെ വിട്ടിട്ട് അനുവിടെ പോവാ. ചേച്ചിയുടെ വീട്ടിൽ പോവാ. നമ്മൾ ഷാപ്പൊക്കെ എത്തിയാണ്. എന്തായാലും നമുക്ക് ഇനി അവളുടെ വീടൊക്കെ എത്തിയിട്ട് കാണിക്കാം. ഗൈസ്, നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 2 ബ്രില്യൻറ്റ് സ്റ്റുഡൻസിനെ കണ്ടു. എന്താ 2 പേരും ബ്രില്യൻ്റ്. ഞാൻ മാത്രം ഔട്ട്. അതെ, LLBക്ക് പോയി. അപ്പം എന്തുവാ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത? ബർത്ത് സ്റ്റാർ. നാള് നമ്മൾ വീട് കണ്ടുപിടിക്കാൻ അത്ര പാടുപെട്ടില്ല. ബിക്കോസ് എൻ്റെ വീട് കണ്ടുപിടിക്കാൻ കുറേ പാടുപെട്ടായിരുന്നു. അത് ഒരു 1.5 പാടുപെടല്ലേ. പൊള്ളിക്ക് ദൂരെ. ഇത് എനിക്കറിയാം, കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇവള് ഈ സാധനത്തിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കണ്ടുപിടിച്ചു. എന്നാ ഒരു ബ്ലൂ പെയിന്റ് അടിച്ച മതിലോ അങ്ങനെ കണ്ട് പറഞ്ഞായിരുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചതാ. ഇവരിപ്പോൾ പഠിച്ച് ക്ഷീണിച്ച് തളർന്ന് വന്നിരിക്കുകയാണ്. അത്രയൊക്കെയാണ്. കുറേ നേരം സംസാരിച്ചതിന് ശേഷം നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ +1 +2 എങ്ങനെയാണോ ബെഞ്ചിനകത്ത് ഫസ്റ്റ് ബെഞ്ചേഴ്സായിട്ട് ഇരുന്നത് അതേ ഓർഡറിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നതും. ഭയങ്കര നൊസ്റ്റ് അടിച്ച് +1 +2 അങ്ങനെ ഞാൻ നൂറ് ഇതും കൂടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഇത്രയും കറികളായിരുന്നു ഉണ്ടായിരുന്നത്. സൂപ്പർ ഫുഡായിരുന്നു. എല്ലാം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ ഇവിടെ റംബൂട്ടാനുണ്ട് ഗൈസ്. റംബൂട്ടാൻ്റെ മരം ഞാൻ കാണിച്ചു തരാം. ചാടി ഒരെണ്ണം എടുത്ത്, പക്ഷെ അത് പച്ചയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ റംബൂട്ടാൻ. അതോ ഇടി അത് റംബൂട്ടാൻ മരം. അതാണ്ട അങ്ങ് നിൽക്കുന്നത്. അതാണ്ട റംബൂട്ടാൻ. എന്താ റംബൂട്ടാൻ പച്ചയാണ്, പക്ഷെ ചിലതൊക്കെ ഭയങ്കര പഴുത്തുണ്ട്. തോട്ട വെച്ചെടുത്ത് ഞാനും ആദ്യമായിട്ടായിരുന്നു. അഹാന കൃഷ്ണയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. റംബൂട്ടാൻ്റെ ഓണർ ഞങ്ങക്ക് റംബൂട്ടാനൊന്നും തരാത്ത. പച്ച ആടിയത് അവള് പച്ച അടിച്ചു. യോ ഇത് പച്ച പൊളിയുന്നില്ല ഗൈസ്. പച്ചയാണെന്ന് വിചാരിച്ച് മധുരമുണ്ട്. ഫ്ലഷ് വരുന്നില്ലെന്ന് ഇവള് ചാടി എടുത്തത്. പക്ഷെ എനിക്ക് ചാടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത്രയും റംബൂട്ടാനുള്ള വീട്ടിൽ നിങ്ങൾ എന്താണ് റംബൂട്ടാൻ കഴിക്കാത്തത്? ഏത് ഒരെണ്ണം ചാടി എടുത്തേ? എല്ലായിടം വലിഞ്ഞു കറിക്കോളും. അയ്യോ ഇല വന്ന്. യെസ് ഗൈസ്, അവസാനം കിട്ടി. ഒരെണ്ണം കിട്ടി. രണ്ടെണ്ണം നമുക്ക് 4 എണ്ണം പിച്ചി തന്നു കേട്ടോ. 2 എണ്ണം. ഏതാ? ഓ 2 സൈഡും ചെടിയാട്ടാ. നമ്മൾ പ്രകൃതി രമണീയമായ വീടാ. നമ്മൾ ബാക്കിലോട്ട് പോവാം റംബൂട്ടാൻ നോക്കാൻ വേണ്ടിയിട്ട്. അയ്യോ അടുക്കളയിൽ ആൻറ്റി പാചകം ചെയ്യും.
സോ ഗൈസ് അങ്ങനെ നമ്മൾ യദുവിൻ്റെ റൂമിലോട്ട് വന്നു. ഇതാണ് യദുവിൻ്റെ റൂം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഞാനും നൂറയും കൂടെ കൊടുത്തത് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ ഇതവരുടെ ഫാമിലി ഫോട്ടോ. ടോണറൊക്കെ തീർന്നല്ലോ ഗൈസ് ടോണർ ഞാൻ ഒരു തീർന്നല്ലേ കുറച്ചല്ലേ ഉള്ളൂ. ഇത് അൺബോക്സ് ചെയ്യും. നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിങ് ആണ് കേട്ടോ. ഇത് നൂറയുടെ. ഡോറിമോൻ ഗൈസ്, ഡോറിമോൻ തെറ്റിപ്പോന്നു പേരൊക്കെ. അത് ബ്ലൂ ഡോറിമോൻ, ഇത് റെഡ് ഡോറിമോൻ. ഇത് എൻ്റെത്. നൂറയുടെ ഫുൾ കഴിഞ്ഞോ? ഡയറി മിൽക്ക് ഫ്രിഡ്ജിലേക്ക്. ഇത് എൻ്റെ സാധനം. അങ്ങനെ എടുത്തു തരலாம். ഞാൻ പറഞ്ഞ കുഞ്ഞതെ ഇടത്തോളെന്നും പറഞ്ഞ അനുവിനെ കൊണ്ട് എടുപ്പിച്ച്. ഇത് ഇങ്ങനത്തെ ഇടുന്ന ഞാൻ കണ്ടിട്ടില്ലേ. പിന്നെ സ്റ്റഡ് ഗൈസ്. ഇതിന് സ്റ്റഡാണ് ഇഷ്ടം. സ്റ്റഡാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ സ്റ്റഡ്. റോസാപ്പൂ, ലാവൻഡറും റോസ്. അത് ചോക്ലേറ്റ്. ഞാനിതല്ല, ഞാൻ മറ്റേതാണ്. ഗൈസ് ഇത് യദുവിൻ്റെ ഒരു കസിൻ ചേച്ചി കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. ആ ചേച്ചിയെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി കൊടുത്ത ഗിഫ്റ്റാണ് അവളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. ചേച്ചി പേരെന്തുവാ? ഗൈസ് അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് വീണ്ടും താഴോട്ട് വന്നു പായസം കുടിക്കാൻ. വേർമിസില്ലി കേട്ടോ. യദുവിൻ്റെ കൊച്ചിലത്തെ കുറച്ച് ഫോട്ടോസും സ്കൂൾ ടൈം ഫോട്ടോസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ 4:45. നമുക്ക് 5 മണിക്ക് എന്താണുള്ളത്? എനിക്ക് ട്യൂഷനുണ്ട്. സോ പോകണം. പിള്ളേർ വരും. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ യദു പറയണം, കാരണം ഇന്ന് യദുവിൻ്റെ ദിവസം. ഞാൻ പറയത്തില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ലോഗ്.